MP നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചിട്ട് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായിട്ട് ഇറങ്ങാനാണ് തീരുമാനം എന്നാണ് MP നികേഷ് കുമാറിനോട് അടുത്ത് നിൽക്കുന്ന പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത്. അതായത് MP രാഘവൻ എന്ന രാഷ്ട്രീയ ഭീഷ്മാചാര്യന്റെ മകനായിട്ടുള്ള MP നികേഷ് കുമാർ 2016 ഇതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് രാജിവെച്ചതാണ്. അന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 2016 അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പക്ഷേ അന്ന് നല്ല രീതിയിൽ പ്രചരണവുമായിട്ട് മുന്നോട്ട് പോയിരുന്ന നികേഷ് കുമാറിന് പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിണറിലിറങ്ങിയിട്ട് ഒരു വെള്ളത്തെക്കുറിച്ചൊരു സ്റ്റോറി ചെയ്തു. നമ്മൾ മാധ്യമപ്രവർത്തകർ കാണിക്കുന്ന പല കോപ്രായങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അടിവേരിളക്കിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അതിന് അവസാനം ഉണ്ടാക്കിപ്പിച്ച ഒരു കിണറിലിറങ്ങലായിരുന്നു. എല്ലാവർക്കും അറിയാം, എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ. അന്ന് കിണറിലിറങ്ങി വെള്ളം ശരിയല്ല, ഈ വെള്ളമൊക്കെ നമുക്ക് നന്നാക്കണം. ആ കിണറിൽ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല, അതൊരു കപ്പിയും കയറും തൊട്ടിയിൽ കോരിയും എടുത്തു കഴിഞ്ഞാൽ, ബക്കറ്റിൽ കോരി എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ഉപയോഗിച്ച് അതിൻ്റെ കളറൊക്കെ കാണിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇത് കുറച്ച് ജാടയായിട്ടൊന്ന് ഷോ കാണിച്ചതാണ്, പക്ഷെ പാളിപ്പോയി. അന്ന് വരെ പ്രചരണ രംഗത്ത് മുൻപന്തിയിലുണ്ടായിരുന്ന നികേഷ് കുമാറിന് പക്ഷേ അവിടെ പഴിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തെ ട്രോളാനും അദ്ദേഹം അതിനു മുമ്പ് കാണിച്ച പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പല ഓൺലൈൻ മാധ്യമങ്ങളും പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം വാർത്ത ചെയ്തു. അന്ന് നികേഷ് കുമാറുമായിട്ടുള്ള ബന്ധങ്ങളും അന്ന് നികേഷ് കുമാറുമായിട്ടുള്ള സൗഹൃദങ്ങളൊന്നും ആരും മാനിച്ചില്ല. ഒരു ചാനലുകളും അതിന് വലിയ പരിഗണനയൊന്നും കൊടുക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയെ എതിർത്തുകൊണ്ട് തന്നെയാണ് ശരിക്കും കളിയാക്കിക്കൊണ്ട് തന്നെ പല ചാനലുകളും വാർത്ത കൊടുത്തു. അത് ആ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിച്ചു. MP നികേഷ് കുമാർ ജയിക്കും എന്ന്, കേരളത്തിൽ ഇടതുപക്ഷം വേറെ ഏത് സീറ്റ് ജയിച്ചില്ലെങ്കിലും അഴീക്കോട് നിയോജക മണ്ഡലം ജയിക്കും എന്ന് പറഞ്ഞെടുത്ത് അഴീക്കോട് നിയോജക മണ്ഡലത്തിൽ 8 നിലയിൽ പൊട്ടി. KM ഷാജി ജയിച്ചു. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 MP നികേഷ് കുമാറിന് വീണ്ടും അഴീക്കോട് മത്സരിപ്പിക്കാൻ പോകുന്നു, നികേഷ് കുമാറിന് സീറ്റ് കിട്ടുമെന്ന പ്രചരണമൊക്കെ ഉണ്ടെങ്കിലും അത് നടന്നില്ല. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നികേഷ് കുമാർ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ TV രാജിവെച്ചപ്പം അന്ന് സ്വന്തം ചാനലായിരുന്നു, സ്വന്തം എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാൻ തിരിച്ചു കയറാം എന്ന ലെവലായിരുന്നു. പക്ഷേ ഇപ്പോൾ വേറൊരാളുടെ കീഴെ ശമ്പളം പറ്റുന്ന ഒരു ജീവനക്കാരൻ മാത്രമാണ് നികേഷ് കുമാർ റിപ്പോർട്ടർ TV. അവിടുന്ന് അദ്ദേഹം പടിയിറങ്ങിയപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുന്നിലുണ്ട്, അത് കണ്ടിട്ടാണ് നികേഷ് കുമാർ ഇപ്പോൾ ഇറങ്ങിയത് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ പല ഓൺലൈൻ ചാനലുകളിലും പല ആളുകളും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സമ്മന്നതനായ നേതാവ് വരും എന്ന് മുൻ MLA ആയിട്ടുള്ള ആൾ തന്നെ പരസ്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ഈ പറയുന്ന നികേഷ് കുമാറിനെ ഒരുപക്ഷെ അവിടെ മത്സരിപ്പിച്ചുകൂടായികയൊന്നുമില്ല. ഇനി അങ്ങനെ ഒരു ചർച്ചയുടെ ബാക്കി പത്രമായിട്ടാണോ നികേഷ് കുമാർ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ TV രാജിവെച്ചത് എന്നും പറയാൻ പറ്റില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവിടെ മത്സരിപ്പിക്കുമ്പോൾ ഷാഫി പറമ്പിൽ പോലുള്ള ഒരു മുസ്ലിം നാമധാരിയെ അവിടെ മത്സരിപ്പിക്കണം എന്ന് മുസ്ലിം ലീഗിൻ്റെ തന്നെ പല പ്രാദേശിക നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ പല രീതിയിൽ അത് ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ വാർത്തകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇത് ഷാഫി പറമ്പിലിൻ്റെ സീറ്റാണ്, ഷാഫി പറമ്പിൽ പറയുന്ന ആളാണെങ്കിൽ പോലും അതൊരു മുസ്ലിം നാമധാരിയായിരിക്കണം എന്നൊക്കെ പല മുസ്ലിം ലീഗുമായിട്ട് അടുത്ത് നിൽക്കുന്ന പല നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിക്കുക എന്നുള്ളത് കാണണം. എന്തായാലും ഒരു യുവ താരത്തിനെ അവിടെ ഇറക്കാനാണ് കോൺഗ്രസും UDF-ഉം ശ്രമിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. ഈ ഒരു ഘട്ടത്തിൽ MP നികേഷ് കുമാറാണ് CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് അവിടെ മത്സരരംഗത്ത് ഇറങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ മത്സരം വളരെ കേരളം ഉറ്റുനോക്കുന്ന ഒരു മത്സരമാകാനുള്ള സാധ്യതയുണ്ട്. BJP അതുപോലുള്ള ഒരു കാൻഡിഡേറ്റിനെ ഇറക്കും. എന്തായാലും ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 2 പേരായിരുന്നു 2016 മത്സരരംഗത്തേക്ക് വന്ന റിപ്പോർട്ടർ ചാനലിന്. അതിലൊരാൾ അന്ന് ആറന്മുളയിൽ നിന്ന് ജയിച്ചു, വീണ്ടും 2021 ആറന്മുളയിൽ നിന്ന് ജയിച്ചിട്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ ജോർജാണ്. അപ്പോൾ ഇവർ 2 പേരും സഹപ്രവർത്തകരായിരുന്നു. 2 പേരും ഒരേ സമയം റിപ്പോർട്ടറിൽ നിന്ന് രാജിവെച്ച് മാധ്യമപ്രവർത്തകൻ അവസാനിപ്പിക്കുന്നു, ഇനി മാധ്യമപ്രവർത്തന രംഗത്തേക്കില്ല എന്ന് പറഞ്ഞ് മത്സരരംഗത്തേക്ക് വന്നവരാണ്. നികേഷ് കുമാർ തോറ്റു, യാതൊരു മടിയുമില്ല, യാതൊരു ശങ്കയുമില്ലാതെ തിരിച്ച് മാധ്യമപ്രവർത്തന രംഗത്തേക്ക് തന്നെ പോയി. ഇടതുപക്ഷത്തിൻ്റെ ഭാഗം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇത്രയും നാൾ അതിൻ്റെ പല ചർച്ചകളിലും സംസാരിച്ചിരുന്നത്. പിന്നീട് ഇപ്പോൾ വീണ്ടും അദ്ദേഹം രാജിവെച്ചു. ഇനി എങ്ങാനും പാലക്കാട് മത്സരിക്കുകയും പാലക്കാട് ജയിച്ചില്ല, തോറ്റു പോവുകയാണെങ്കിൽ ഇനി വീണ്ടും നികേഷ് കുമാർ മാധ്യമപ്രവർത്തന രംഗത്തേക്ക് തന്നെ പോകുമോ, ഇനി അതല്ല മുഴുവൻ സമയവും രാഷ്ട്രീയ പ്രവർത്തകനായിട്ട്
ഒരു എന്താ പറയുക ഭീഷ്മാചാര്യനായിട്ടുള്ള എം വി രാഘവൻ്റെ മകൻ എന്ന അതേപോലെ തന്നെ എം വി രാഘവനെ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്നതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. എന്തായാലും ഇനി അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുകയാണല്ലോ കാലം, നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്കെ.